നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവാ. ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോവാനാ? നിങ്ങൾ പോയി സമാധാനത്തിൽ തൊഴുതിട്ട് വാ. പിള്ളേരെ കാര്യം ഞാൻ നോക്കിയോളാം. ആ അതെ, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ എന്റെ മണിക്കുട്ടനും കൂടി വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അതെന്ത് പറച്ചില്ല മഹിമേ, അവന്റെ കാര്യം ഞാൻ ദേവിയോട് പറയാതിരിക്കോ? അതല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ പോയിട്ട് വരാം. അതെ, എന്തായാലും ശിവപ്രിയ മോൾക്ക് അധികനാൾ ആയുസില്ലല്ലോ. അവളുടെ ഹൃദയം മണിക്കുട്ടന് മാറ്റിവെക്കാൻ പറ്റിയാൽ. മഹിമേ, നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല ഞാൻ ഈ പറയുന്നത്. ആർക്കായാലും ഇത് കേൾക്കുമ്പോ ദേഷ്യം വരും. പക്ഷേ സത്യം എന്താണെന്ന് നമുക്കറിയാലോ. ശിവപ്രിയ മോളുടെ മരണത്തിനു ശേഷവും അവളുടെ ഹൃദയം മണിക്കുട്ടനിലൂടെ ഇടിക്കുന്നു എന്ന് അറിയുമ്പോ നമുക്കത് സമാധാനം തരുന്ന കാര്യമല്ലേ? പ്രത്യക്ഷത്തിൽ മോള് മരിച്ചതായിട്ട് നമുക്ക് തോന്നിയില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ? അവളുടെ ആയുസ് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താനാ ഞാൻ ഈ കണ്ട വ്രതവും നേർച്ചയൊക്കെ നേർന്ന് നടക്കുന്നത്. ശരിയാ, അവളുടെ ജാതക പ്രകാരം എന്റെ മോൾക്കിനി അധികം ആയുസില്ല. പക്ഷേ അവൾ മരിക്കുന്നതിന് മുമ്പ് അവളുടെ ഹൃദയത്തിന് വേണ്ടി നീ ഇങ്ങനെ മുറവിളി കൂട്ടല്ലേ മഹിമേ? എത്രയൊക്കെ ആയാലും ഞാനൊരു അച്ഛനല്ലേ? ഞാനൊരു അമ്മയുമാ. എന്റെ കുഞ്ഞിന്റെ ജീവൻ എനിക്കും വിലപ്പെട്ടതാ. എന്തായാലും മരിക്കുന്ന ഉറപ്പുള്ള കുട്ടിയല്ലേ ശിവപ്രിയ. അവള് മരിക്കുന്നതിന് മുമ്പ് ആ ഹൃദയം നമുക്ക്. മതി, നിർത്ത്. ഇനി അതിനെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചു പോരുത്.